അതുപോലെ ഇപ്പം ചിലപ്പോൾ ആംബുലൻസ് ഒക്കെ ഇതിൽ കയറി വരും. ഇവിടെ ഇത് ഗേറ്റ് അടവായിരിക്കും. അതിൽ എല്ലാം പണിത് കഴിഞ്ഞു. ഇനി കുറുപ്പന്തറ പണിയാനുണ്ട്. ഗേറ്റ് അടക്കി കഴിഞ്ഞ് ഓർക്കപ്പുറത്ത് ആ ഗേറ്റ് തല വീഴുന്നു, മേത്ത് വീഴുന്നു, വണ്ടിയുടെ കുന്നുകുത്ത് വീഴുന്നു, അത് സ്റ്റക്കായി പോകുന്നു. അങ്ങനെയൊക്കെ അവിടെയുണ്ട്. 12-13 വർഷമായി നമ്മളെ ഇവിടെ. അതിനു മുമ്പ് ആൾക്കാർ പറയുന്നുണ്ട്, എന്നിരുന്നാൽ പോലും. അപ്പൊ കാരണം വെച്ചാൽ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ട നേതാക്കന്മാർ ഇത് ഫോളോ അപ്പ് ചെയ്യാതെ ഇത് മുക്കി വെച്ചോണ്ടിരുന്നു. ഈ റോഡിന്റെ ആവശ്യമില്ല, ഈ പാലത്തിന്റെ ആവശ്യമില്ല. ഇത് ഗവൺമെന്റിന്റെ 66 കോടി രൂപ നഷ്ടമാണ്. ഗവൺമെന്റ് ഫണ്ടിങ് എത്രമാത്രം താമസിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ സാമൂഹ്യ വികസനവും അതുപോലെ തന്നെ ആ പ്രോജക്റ്റിന്റെ എക്സ്പെൻസും വർദ്ധിക്കും എന്നുള്ളതിന്റെ കൂടെ കൂടി മറ്റൊരു ഉദാഹരണമാണ്. പക്ഷേ എന്നെങ്കിലും ഇത് ഒരു സ്പീഡപ്പ് ആയി കാര്യങ്ങൾ നടക്കുന്നില്ല. 1 കിലോമീറ്റർ അകലത്തിലേക്ക് വരെ വാഹനങ്ങൾ ഇതായി സ്റ്റോപ്പായി. എന്നെ പോലെ വയ്യാത്തവർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. എന്നാൽ പോലും ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം ഇതിലേക്കൂടെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളുടെ കൂട്ടമാണ് വരുന്നത്. പ്രധാനമായും കുമരകം മുതൽ അങ്ങ് മൂന്നാർ വരെ പല വണ്ടികളും ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ ഗേറ്റിന് പകരം ഇവിടെ ഒരു മേൽപ്പാലം എന്നുള്ളത്. എന്നാൽ മേൽപ്പാലത്തിന് എല്ലാ അംഗീകാരം ലഭിച്ചിട്ടും ചില വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഈ മേൽപ്പാലം വരാത്തത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഗേറ്റ് അടയ്ക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും ട്രെയിനുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തിയിടുന്നതിന് വേണ്ടിയും ഈ ഗേറ്റ് അടച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭയാനകമാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഇതിലേക്കൂടെ നിരവധി വണ്ടികളാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഇതിലേക്കൂടെ ആളുകൾക്ക് പോകേണ്ടതുണ്ടെങ്കിൽ എറണാകുളം മുതൽ അങ്ങ് ദൂരയാത്രയ്ക്ക് പോകേണ്ട ആളുകൾ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അത്യാവശ്യങ്ങൾക്ക് പോലും ആളുകൾ ഇതിലെ വഴി വരുമ്പോൾ നീണ്ട ബ്ലോക്കും അതുപോലെ തന്നെ ഈ ഗേറ്റ് അടച്ചിടുന്നതും അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെയുള്ള വ്യാപാരികളടക്കം നിരവധി ആളുകളും ജനസമൂഹവും ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം 12 വർഷത്തിലധികമായി ഈ മേൽപ്പാലം ഇവിടെ വരാൻ വേണ്ടി ഇവിടുത്തെ ഓരോ ആളുകളും പരിശ്രമിക്കുന്നുണ്ട്. ആ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം. ഈ പാലം വന്നാൽ ഏറ്റവും ഉപകാരമുള്ളതും ഇപ്പോൾ ഈ പാലം ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനികളാണ് നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടും അവരുടെ പ്രയാസങ്ങളും എന്താണെന്ന് അവർ തന്നെ ഇത് നമുക്ക് പറഞ്ഞു തരും. ചേട്ടാ, എന്താണ് ഈ പാലം? ഞങ്ങൾ അങ്ങോട്ടും ഇവിടുന്ന് കുറുപ്പന്തറക്കോലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ പിടിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടെ ഓട്ടം വിളിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. അത് അവനവൻ്റെ വഴിക്ക് പോകും. പേഴ്സണലായിട്ടാണല്ലോ കുറേ ഓട്ടങ്ങൾ വരുന്നത്. അവർ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു ആശുപത്രി കേസ് കിട്ടും. ഇവിടെ ഈ ആശുപത്രിയിലേക്ക് ഈ ഡിവൈനിലേക്ക് വരാനായിട്ടാണെങ്കിലും കവലയിൽ നിന്ന് വരുമ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അവൻ 1 കിലോമീറ്റർ അപ്പുറം കറങ്ങി വേണം ഇവിടെ വരാനായിട്ട്. 1-2 കിലോമീറ്റർ ഇറങ്ങി വേണം അവൻ ഇവിടെ വരാനായിട്ട്. അതുപോലെ ഇപ്പം ചിലപ്പോൾ ആംബുലൻസ് ഒക്കെ ഇതിൽ കയറി വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഗേറ്റ് അടവായിരിക്കും. അവൻ പിന്നെ കഷ്ടപ്പെട്ടായിരിക്കും ഏതിലെങ്കിലും ചാടി ഓടി പോകുന്നത്. അത്യാവശ്യം ഞാനൊരു 40-41 വർഷമായിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന. എൻ്റെ ഒരു ദിവസത്തെ സമയം വെച്ച് നോക്കിയാൽ മണിക്കൂർ പകുതി സമയം ഗേറ്റിങ് കിടന്നു പോയി കാണും. എന്നിട്ടും ഈ ഗേറ്റ് വേണ്ടെന്നും പാലം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് മസിൽ പിടിക്കുന്നവർ എത്ര പേരാണ്. നമ്മളുടെയൊക്കെ ജീവിതം ടൂ വീലറുകാർ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം പകുതി ഇവിടെ തീരുക. അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ 1 മണിക്കൂർ പിടിക്കും. ഒരു ദിവസം ഞാൻ 6 ട്രെയിൻ പാസ് ചെയ്ത് ഞാൻ അവിടെ കിടന്നു പോകും. 50 മിനിറ്റ് ആയിരിക്കും പോയത്. വേറൊരു ദിവസം എൻ്റെ കൂട്ടുകാരനൊരു ഓട്ടം പറഞ്ഞു വിട്ടത്, സത്യം എന്ന് പറഞ്ഞാൽ 5 ട്രെയിൻ പോയിട്ട് 40 മിനിറ്റ് ആണ് അവിടെ കിടന്നു. നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം ശരിക്കും ഗേറ്റ് കൊണ്ട് തീരുക. എന്നിട്ട് ആ ഗേറ്റ് റെയിൽവേ മേൽപ്പാലം വേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവർ വേറെ. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുമ്മളി ആലപ്പുഴ മിനി ഹൈവേ റോഡാണ്. അതായത് മിനി ഹൈവേക്ക് ഉപരി ഇത് കിഴക്കൻ മേഖലയും പടിഞ്ഞാറ് മേഖലയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. അതിൻ്റെ ഫലമായിട്ട് കിഴക്കൻ മേഖലയിലുള്ള കാറി ഉൽപ്പന്നങ്ങളെല്ലാം ഈ വഴിയിലൂടെയാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. ആലപ്പുഴ ചേർത്തല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. മണ്ണായിട്ടും കരിങ്കൽ ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ടും പോകുന്നത്. നിങ്ങൾക്ക് രാവിലെ 4 മണി 3:30-4 മണിയാകുമ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാം, ആയിരക്കണക്കിന് ടിപ്പർത്തെ പറയുമ്പം തന്നെ നോക്കിക്കോ, ടോറസ് വലിയ വണ്ടി അതുപോലെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വഴിയാണിത്. ഒരു സമയത്ത് പ്രത്യേകിച്ച് രാവിലെ സ്കൂൾസ് ഓഫീസ് സമയങ്ങളിൽ ഇവിടെ ഹൈസ്കൂളുണ്ട്, LP സ്കൂളുണ്ട്, അതുപോലെ തന്നെ നിരവധി ഹോസ്പിറ്റലുകളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ബാങ്ക് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് രാവിലെ 8:45-7:00 സമയം തൊട്ട് 10:30 വരെ ഉള്ള പീക്ക് അവേഴ്സിൽ കണ്ടിന്യൂ ആയിട്ട് വണ്ടികൾ വരുന്ന സമയത്തും ആ സമയത്താണ് ഈ
ട്രെയിൻ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് റെയിൽവേ ക്രോസ് അടച്ച 5 ഉം 6 ട്രെയിൻ പോകുന്നിടം വരെ കാത്തുകെട്ടി നിൽക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടുന്ന് ഏകദേശം 350 മീറ്റർ ദൂരമുണ്ട് ഈ റെയിൽവേ ബ്രിഡ്ജ് ഗേറ്റുമായിട്ട്. ഇവിടം വരെയും വണ്ടി പല സമയങ്ങളിലും കെട്ടിക്കിടക്കുന്നത് കാണാം. അതിനുശേഷം ഒരിക്കലും ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉള്ള ഈ വാഹനങ്ങൾ പാസ് ചെയ്യുന്നതിന് മുമ്പാണ് വീണ്ടും സിഗ്നൽ വരുന്നു, വീണ്ടും അടയ്ക്കുന്നു. ഇതേ അവസ്ഥയാണ്, വണ്ടി പോകത്തില്ല. ഞങ്ങൾ സ്റ്റാൻഡിൽ 10-60 ഓട്ടോറിക്ഷക്കാർ ഇവിടെ ഈ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു ഓട്ടം വിളിക്കാനായിട്ട് ഞങ്ങളുടെ വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഇത് കവലയിലേക്ക് ആയിരിക്കരുത്, വേറെ ഏത് വഴിക്കാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായി, ഇത് കുറുപ്പന്തറക്കവലയ്ക്ക് ആയിരിക്കരുത്. കാരണം ഒരു 4 ദിവസം 4 പ്രാവശ്യം കുറുപ്പന്തറക്കവലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തീർന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർ ആരെങ്കിലും വന്ന് ഓട്ടം വിളിച്ചാൽ ഞങ്ങൾക്ക് ഓട്ടം നിഷേധിക്കാൻ പറ്റത്തില്ല, പോയിരുന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഞങ്ങളുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇത് എങ്ങോട്ടായാലും കുഴപ്പമില്ല, പക്ഷേ കുറുപ്പന്തറക്കവലയ്ക്ക് ആകരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അത് കാരണം ഇപ്പം ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറി ഇപ്പം സ്ഥലമെടുക്കാനുള്ള നടപടികൾ ഏകദേശം പൂർത്തിയായി വരുന്നു. അത് കാരണം എത്രയും പെട്ടെന്ന് പൈസ കൊടുത്ത് തുടങ്ങുന്നത് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്ത് റെയിൽവേക്ക് കൈമാറുകയും എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഓട്ടോറിക്ഷ ഭാഗത്തുനിന്നും ഉണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മളൊരു 10 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 5 മണിക്കൂർ ഗേറ്റിനകത്ത് അത് കാരണം വാട്സാപ്പ് നോക്കാനും മൊബൈൽ ചാറ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് നല്ല സമയമുണ്ട്. അത് മാത്രമേ യാതൊരു പെൻഡിങ്ങും ഇല്ല കേട്ടോ. ഓട്ടം വിളിച്ച് വരുമ്പോഴത്തേക്ക് ഗേറ്റ് ചുവല ലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ അപ്പുറം വേറെ വഴിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുഷിവാ. കാരണം അവര് അത് ഒരു പോരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവിടെ നിന്ന് 1.4 കുറുപ്പന്തറ കവല വരെ ഉള്ളത്. അപ്പൊ അതിനുള്ള ചാർജ് ഞങ്ങൾ എടുക്കും. ഇവിടെ നിന്ന് ഗേറ്റിംഗ് ചെന്ന് കഴിയുമ്പോഴാണ് ഗേറ്റ് അടയ്ക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരിക്കും, അവർക്ക് പെട്ടെന്ന് പോകേണ്ടതായിരിക്കും, അത്യാവശ്യം അവർ പറയും തിരിച്ചു വരും. പിന്നെ തിരിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 400 മീറ്റർ ഇല്ല വന്ന് നേരെ ബൈപ്പാസ് റോഡ് കയറി കവല ഇറങ്ങുമ്പോൾ തന്നെ അത് വലിയൊരു ചാർജ് ആവും. അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. 40 രൂപയ്ക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റാന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഇതുവരെയുള്ള ഇതിലൊക്കെ വരി ഞങ്ങൾ ചിലപ്പം കവലയിൽ നിൽക്കുമ്പോഴായിരിക്കും ആളെ ഇറക്കി തിരിച്ചു വരുമ്പോഴായിരിക്കും ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഓട്ടോറിക്ഷ വിളിക്കുന്നത് അത്യാവശ്യ കേസിൽ. ഇപ്പം വന്നേക്കാം, എവിടെയാണ് കവലയില്ല, അപ്പോൾ വന്നേക്കാന്ന് പറയും. ഇവിടെ വരുമ്പോഴാണ് ഈ കുടുക്കി കെട്ടി കിടക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ വന്ന് കാണുമ്പോൾ കുറേ വാഹനങ്ങൾ വന്ന് നന്നായി ഇനി എമർജൻസി തിരിച്ച് വേറെ ബൈപ്പാസ് വഴി വരാന്ന് വെച്ചാലും അവിടെ വണ്ടിയായി. ഈ അവസ്ഥയാണ് ഇപ്പൊ. ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയായി. ഏറ്റവും അതുപോലെ വൈകുന്നേരത്തെ സമയം ഷെഡിൽ പോകുന്നത്. കാരണം ഇവിടെ സ്കൂള്, ബാങ്ക് ഇതല്ലേ രാവിലെ. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ദിവസേന ഒരു 4000 ചെറുവണ്ടി ഇതിലെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. കാരണം ആലപ്പുഴയ്ക്ക് പോകുന്നതും അതുപോലെ ഇങ്ങോട്ട് പോയ വാഗമൺ, മൂന്നാർ ഈ വിനോദസഞ്ചാര മേഖലയാണ്. ഇതിലെ പോകുന്നവർക്കൊക്കെ അറിയാം ഈ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊന്ന്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ശ്രദ്ധിച്ചാൽ 8-10 ടവറസ് 2 മിനിറ്റിനുള്ളിൽ പോയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഈ കുറുപ്പന്തറ എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഞങ്ങൾക്കൊരു അത്യാവശ്യമായ ഒരു ഘടകമാണ് മേൽപ്പാലം എന്ന് പറയുന്നത്. അതായത് കുറുപ്പന്തറ ചന്തയും കുറുപ്പന്തറ കവലയും തമ്മിൽ ഞങ്ങൾക്ക് ബന്ധമില്ല. കാരണം ഇവിടെ സിംഗിൾ ലൈൻ ആയിരുന്നു റെയിൽവേ വരുന്നത്. അപ്പോൾ സിംഗിൾ ലൈൻ വന്നതോടുകൂടി ഇവിടെ എപ്പോഴും ഗേറ്റ് അടയായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് അടയ്ക്കുന്നിടത്തോളം കാലം എപ്പോഴും ഇവിടെ ഈ വണ്ടി വന്ന് ബ്ലോക്കായി ഞങ്ങളുടെ ഇവിടെ ഒരു വികസനം ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പല തവണയും പല പ്രാവശ്യവും ഇവിടെ ഗേറ്റ് മാറ്റി ഇവിടെ പല വികസനം കൊണ്ടുവന്നാണ്. പക്ഷെ ഇതൊന്നും നടക്കാതെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളിവിടെ കുറച്ച് നാട്ടുകാരായ ഞാൻ, ജോമോനെ, തങ്കച്ചനെ, അഡ്വക്കേറ്റ് ഉണ്ട്, ടോണി, അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ കൂടി ആലോചിച്ചു ഇവിടെ ഒരു വികസനം ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് മേൽപ്പാലമാണ്. കാരണം ഞാനൊക്കെ എൻ്റെ വീട് അവിടെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഗേറ്റ് അടയ്ക്കുക. നമുക്കൊന്ന് കവലയ്ക്ക് പോകാൻ ചന്തയ്ക്ക് എങ്ങും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മേൽപ്പാലം എങ്ങനെയെങ്കിലും ഇവിടെ വരുത്താനുള്ള തയ്യാറെടുപ്പോടുകൂടി ഞങ്ങൾ പേപ്പേഴ്സൊക്കെ പേപ്പറിൽ നീക്കി ഞങ്ങൾ എൻ്റെ മോൻസിന് ലെറ്റർ കൊണ്ട് കൊടുത്തു. ഇവിടുത്തെ MLA മോൻസ് ആയിരുന്നു, മോൻസിന് കൊടുത്തു, ജോസ് കെ മാണിക്ക് കൊടുത്തു. അങ്ങനെ പേപ്പർ കൊടുത്തു. ഞങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങൾ പുറ നടന്നപ്പോഴത്തേക്ക് സംഗതി നമുക്കത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളത് അത് എടുക്കാനുള്ള സംവിധാനമായി. അതുപോലെ തന്നെ ജോസ് കെ മാണി കേന്ദ്രത്തിൽ നിന്നും അതിന് ഫണ്ട് അനുവദിക്കാൻ സംവിധാനമായി. അപ്പോൾ ജോസ് കെ മാണിയൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തു. മോൻസ് സപ്പോർട്ട് ചെയ്തുകൂടി ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു. അങ്ങനെ ഇവിടെ മേൽപ്പാലം വന്നു. ആ മേൽപ്പാലം വന്നപ്പോഴാണ്, അതായത് മേൽപ്പാലം വരുന്ന വഴി ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം എന്താ, ഗസറ്റിൽ ഇവിടെ പബ്ലിഷ് ചെയ്തു, തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇത് 3-4 വർഷം അത് അവിടെ ബ്ലോക്കായിട്ട് കിടന്നു. 3-4 വർഷം ബ്ലോക്കായിട്ട് കടന്നുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. കാരണം ഈ കുറുപ്പന്തറ മേൽപ്പാലം മാത്രമല്ലായിരുന്നു, മുളന്തുരുത്തി 5 മേൽപ്പാലം, ഒന്ന് മുളന്തുരുത്തി,
കുമാരനല്ലൂർ, കാരത്താസ്, കുറുപ്പന്തറ, പിന്നെ നമ്മുടെ കോട്ടനപ്പുറത്ത് അതിനെ സ്ഥലത്ത് പറഞ്ഞ മുളന്തുരുത്തി, കുറുപ്പന്തറ, കാരത്താസ്, മൂലയിടം. മൂലടം. അങ്ങനെ 5 മേൽപ്പാലങ്ങളാണ് ഇവിടെ അനുവദിച്ചിരുന്നത് മറ്റേ കേന്ദ്ര ഗവൺമെന്റ്. അതിൽ എല്ലാം പണിത് കഴിഞ്ഞു. ഇനി കുറുപ്പന്തറ പണിയാനായിട്ടുള്ളൂ. അപ്പോൾ കാരണം വെച്ചാൽ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ട നേതാക്കന്മാർ ഇത് ഫോളോ അപ്പ് ചെയ്യാതെ ഇത് മുക്കി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ മുക്കി വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങൾ അതിനെ വളർത്തിയെടുത്ത് പൊക്കിയെടുത്ത് പുറകെ നടന്ന് ഞങ്ങളെല്ലാം പുറകെ നടന്ന് ഇന്നിപ്പോൾ അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇന്ന് പലർക്കും ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫണ്ട് കിട്ടാൻ തുടങ്ങി, എല്ലാവർക്കും പൈസ കിട്ടി തുടങ്ങി. പക്ഷേ ഇത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് ഈ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സ്റ്റേ കൊടുത്ത്. അപ്പോൾ അങ്ങനെ സ്റ്റേ കൊടുത്തപ്പോൾ അത് കേസ് കളിച്ച്. അപ്പം ഞങ്ങളും കേസ് വെച്ച്. അപ്പം ഞങ്ങളുടെ കേസ് ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ ഇവിടെ നാട്ടുകാരാണ്. അപ്പം ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളുടെ ഇല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ സാമ്പത്തിക ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ ഇത് സപ്പോർട്ട് വേണമെന്നെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനമാണ്. അപ്പോൾ അതിന് നാട്ടുകാർ പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് വ്യാപാരികളാണ്. ഇവിടെ ബിസിനസ് ഇത് മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ കവലയും ഈ ചന്തയും വികസിക്കുകയാണ്. വികസിക്കുക പറഞ്ഞാൽ ഇവിടെ മൂന്നാറ് കുമ്മരത്തിന് പോകുന്ന ഏറ്റവും ഷോർട്ട് റൂട്ടാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടുന്ന വികസനം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവരോട് ആലോചിച്ചു. അപ്പോൾ വ്യാപാരി വ്യവസായം നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു. അവർ വന്ന് തിരുവനന്തപുരത്ത് എറണാകുളത്ത് വന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇത് സക്സസ് ആണ്. അവർ ഞങ്ങളോട് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അങ്ങനെ വ്യാപാരി വ്യവസായമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടേതായിട്ട് നമുക്ക് അഡ്വക്കേറ്റിനെ വെക്കണമായിരുന്നു. അപ്പം കാരണം ഗവൺമെൻറ് അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പം കേസ് പോയ സ്ഥിതിക്ക് നമുക്ക് അഡ്വക്കേറ്റുമാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് വേണം. അപ്പോൾ ഞങ്ങളുടേത് വ്യാപാരി പറഞ്ഞു ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് വേണം. അപ്പോൾ വ്യാപാരിയാണ് ഞങ്ങളുടെ കൂടെ വന്ന് വ്യാപാരിയാണ് ഡയറക്റ്റ് കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കുന്നത് ഈ അഡ്വക്കേറ്റിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് വ്യാപാരിയും ഞങ്ങൾ നാട്ടുകാരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുകയത്. കാരണം അതിനകത്ത് ആരെ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, രാഷ്ട്രീയ പാർട്ടി വരാൻ ഞങ്ങൾ മൈൻഡ് ചെയ്തു. ഞങ്ങൾ പുറകെ നടന്ന് ഇന്നിപ്പോൾ അത് സക്സസ് ആയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് വിധിയിൽ നമുക്ക് വിജയിച്ചു. ആ സിംഗിൾ ബെഞ്ച് വിധി സൂപ്പർ വിധിയാണ്. ആ വിധി കിട്ടിയതോടുകൂടി ഈ രണ്ടുപേര് ആരൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് മറ്റേ കണ്ടാരപ്പള്ളി ജെയിംസ്, അതായത് പുള്ളിക്കാരൻ വീട് അടുത്ത് തന്നെ കണ്ടാരപ്പള്ളി ജെയിംസ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു പാർട്ടിയുണ്ട് തയ്യിൽ അലക്സ്. ഈ തയ്യിൽ അലക്സും ജെയിംസും ആണ് നമ്മൾ പ്രതീകാത്മകമായി കക്ഷി ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറെ ആൾക്കാർ കളിക്കുന്നുണ്ട്. കാരണം അവരിനകത്ത് ഇന്നസെൻ്റ് ആണ്. അവരെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അവരെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള 66 കക്ഷികളാണ് ഈ വസ്തു കൊടുക്കേണ്ടത്. ഈ 66 കക്ഷികളോടും ഇവിടെ വന്ന് നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വേണ്ട എന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ 66 പേരിൽ എല്ലാവരും മാറി. പക്ഷെ അവസാനം നിങ്ങൾ ആരും പൈസ മുടക്കണ്ട, നിങ്ങൾ വെറും 2 പേര് മാത്രം കക്ഷി ചേർന്നുകൊണ്ട് അവരുടെ പുറകിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള രണ്ട് പേര് ആ 2 പേര് പൈസ മുടക്കിയും നിയമാവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചാക്ക് എടുത്തുകൊണ്ട് ഈ കേസിൽ പോയത്. പക്ഷേ കേസിൽ പോയപ്പോൾ ഞങ്ങൾക്കും പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളും കക്ഷി ചേർന്നു, ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ചു, ഗവൺമെൻറ് കക്ഷി ചേർന്നു, ഗവൺമെൻറ് അഡ്വക്കേറ്റ് വെച്ചു. അപ്പോൾ അങ്ങനെ നിയമവശങ്ങൾ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളത് വിജയത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങളത് മറ്റേ സിംഗിൾ ബെഞ്ച് വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ നമുക്ക് തോന്നി ഇത് നടക്കാത്ത, എങ്കിലും ഞങ്ങൾ വിട്ടില്ല. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളുടെ അഡ്വക്കേറ്റ് ശശിധരനെ കിട്ടുന്നത്. കുറുപ്പന്തറക്കാരനായിരുന്നു ശശിധരൻ. ഇവിടെ ഇല്ലായിരുന്നു, ജബൽപൂരിലായിരുന്നു. അപ്പോൾ അങ്ങനെ ശശിധരനെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്കോപ്പായി. അപ്പോൾ ആ ശശിധരൻ സാറിൻ്റെ ഫുൾ സപ്പോർട്ട് ആ നിയമവശം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങളും ആക്റ്റീവായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി കാര്യങ്ങളെല്ലാം നീക്കി. ഇന്നിപ്പോൾ ആ ലൂപ്പ് ഹോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വളരെ ഇൻസ്പിറേഷൻ ആക്കി. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായി. അപ്പോൾ അങ്ങനെ വ്യാപാരി വ്യവസായ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സിംഗിൾ ബെഞ്ച് വിധി കഴിഞ്ഞു. ഡിവിഷൻ ബെഞ്ച് 6-7 സിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കോടതിയിൽ പോയി അഡ്വക്കേറ്റുമാരെ കണ്ടു, ഇതെന്താണ് വിധിക്കുന്നുള്ളത്. അപ്പം ആ വിധിയും നമുക്ക് അനുകൂലമായിട്ട് കാണുന്നതായി തോന്നുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ നിയമവശം അറിയാവുന്ന അഡ്വക്കേറ്റ് പറയും. അപ്പോൾ ഇത്രയാണ് ഈ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും വികസനം വരിക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണത്. ഇവിടെ മാത്രമല്ല, അതായത് കേരളത്തിന് തന്നെ, അതായത് നമ്മുടെ ഈ കേരളത്തിലെ ടൂറിസമാണ് ഏറ്റവും വലിയ വിജയം. അതായത് നമ്മുടെ മൂന്നാറ്, കുമരകം, ആലപ്പുഴ, ചേർത്തല പോകുന്ന ഏറ്റവും ഷോർട്ട് റൂട്ടാണിത്. ഈ കുറുപ്പന്തറ, കല്ലറ, മാൻവട്ടം, തലയാട്, ഇല്ലാടെ അങ്ങ് പോവാണ് നമ്മുടെ തണ്ണീർമുക്കം. ആ റൂട്ട് ഇത്രയും വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വിജയം വരുന്ന ഒരു 6-7 പഞ്ചായത്തുണ്ട് ഈ അടുത്ത പ്രദേശത്ത്. ഈ പഞ്ചായത്തെല്ലാം വളരുകയാണ് ഇതോടുകൂടി. 12-13 വർഷമായി നമ്മളിവിടെ. അതിനു മുമ്പ് ആൾക്കാർ പറയുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ഒരു 12-13 വർഷമായി കുറുപ്പന്തറ ROB LC ബാർ നമ്പർ 22 ഗേറ്റ് നമ്പറാണത്. അത് നമുക്ക് വേണം, ആവശ്യമാണ് എന്ന് ഞങ്ങളെല്ലാ ചെറുപ്പക്കാരിലൂടെ കൂടി ആലോചിച്ചു പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി. അതുപോലെ തന്നെ നമ്മുടെ
6 പഞ്ചായത്തിൽ നിന്ന് കല്ലറ, വെച്ചൂര്, മാഞ്ഞൂര്, കുറവലങ്ങാട്, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഇത്രയും പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ഈ നാടിന് ഈ റെയിൽവേ ROB യാഥാർത്ഥ്യമാക്കുവാൻ റെസൊല്യൂഷൻ പാസ്സാക്കി മേടിച്ച് അതിൻ്റെ എല്ലാം ഓരോ സെറ്റ് കോപ്പി ഈ പറയുന്ന ബഹുമാന്യനായ കടുത്തുരുത്തി അന്നത്തെ MLA മോൻസി ജോസഫിനും ബഹുമാന്യനായ കോട്ടയം പാർലമെൻറ്റ് MP ആയിരുന്ന ജോസ് കെ മാണിക്കും ഞങ്ങൾ നിവേദനം നൽകുകയും 2012-13 വർഷത്തിലെ ബഡ്ജറ്റിൽ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിൽ സംസ്ഥാന ഈ കുറുപ്പന്തറ ROB ഇടം പിടിക്കുകയും അതിനു വേണ്ട ഫണ്ട് നീക്കിവെക്കാനുള്ള സംവിധാനവും സഹകരണവും എല്ലാം ചെയ്തു തന്ന ജോസ് കെ മാണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹമാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിൽസൻ്റ് പറഞ്ഞ പോലെ നിയമയുക്ത പോരാട്ടത്തിലൂടെ നടത്തുവാൻ നമുക്ക് അത് കഴിഞ്ഞ ശേഷമാണ് കേസൊക്കെ വരുന്നത്. അപ്പം ഈ 5 റെയിൽവേ മേൽപ്പാലങ്ങളും ഈ കൂട്ടത്തിൽ തന്നെയുള്ള വിൽസൻ്റ് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ തന്നെയുള്ള കുറുപ്പന്തറ മാത്രം തിരുനക്കരയിൽ വഞ്ചി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് 33 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ നിന്ന് അതും മോൻസി ജോസഫിൻ്റെ ഇതിലും കൊണ്ട് നമുക്ക് നേടുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കേസ് വരുന്നത്. വിൽസൻ്റ് വിശദമായിട്ട് പറഞ്ഞല്ലോ. അപ്പം ഇത് ആരൊക്കെയോ താല്പര്യങ്ങൾ മാനിക്കാൻ വേണ്ടിയിട്ട്, ആരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 പേരുടെ ഇത് അതുകൊണ്ടല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഓപ്പണായി പോയേനെ. ബാക്കിയുള്ളതെല്ലാം ഓപ്പണായി, വണ്ടി ഓടാൻ തുടങ്ങി. അപ്പോൾ ടൂറിസം നല്ല കാര്യത്തിൽ പോകുന്ന ഇടുക്കി ജില്ലയും ആലപ്പുഴ തീരദേശമായ ആലപ്പുഴ ജില്ലയും എത്തിക്കുന്ന ഏറ്റവും ഷോർട്ട് റോഡാണത്. അപ്പം നമുക്കിത് അത്യന്ത ആവശ്യമാണ്. അപ്പം ജനങ്ങൾക്കെല്ലാം അറിയാം ആവശ്യമാണ്. ഇപ്പം എല്ലാവർക്കും ഇതിൻ്റെ പുറകെ ഇറങ്ങി നടക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇതിനകത്ത് മുൻകൈ എടുത്ത് വ്യാപാരി വ്യവസായത്തിനെ കൂട്ടത്തിൽ നിർത്തി സപ്പോർട്ട് മേടിച്ചു. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒപ്പം നിന്നു. അപ്പം നമുക്ക് 4 മണിയാകുമ്പോൾ അവരെ സമീപിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ലീഗൽ അഡ്വൈസറായിട്ട് നമുക്ക് ഏത് കാര്യത്തിനും ഏത് പോയിന്റിലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ നമ്മുടെ ശശിധരനുണ്ട്. അതുകൂടാതെ ഞങ്ങൾ വെച്ചിരിക്കുന്ന വക്കീൽ വിനുവാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി 11:45 വിധി വന്നപ്പോൾ അന്നേരം തന്നെ നമുക്ക് ഇവിടുന്ന് മെസ്സേജ് കിട്ടു, നിങ്ങൾ നമ്മുടെ വിധിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കാര്യത്തിനും പോയിന്റോളം ഈ നിൽക്കുകയാണ്. അതുപോലെ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് സപ്പോർട്ടുണ്ട് ഇതിന്. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരാൾ കയറ് പിടിച്ച് വലിച്ചാൽ മരം വീഴുകയില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വരാൻ ദൈവത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നന്ദി പറയുന്നു. ഈ 80% ഫണ്ട് കൊടുത്തു. കുറച്ച് പേരുടെ പേപ്പർ റെഡിയാകാത്ത കാരണം ഇവിടെ വെച്ചിരിക്കുക, കോടതി കെട്ടിവെച്ചിരിക്കുക. ബാക്കിയുള്ളവരുടെ പൈസ എല്ലാം അക്കൗണ്ടുകളെല്ലാം കിട്ടി. വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ വേണമെങ്കിൽ പരിശോധിക്കാം. കിട്ടിയിട്ടുണ്ട്, അത് വ്യക്തമാണ്. ഞങ്ങളോട് വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നിങ്ങളെ വിളിച്ചു വരുത്തി മേൽപ്പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഗവൺമെൻറ് ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഉള്ളതാണോ അതോ ഇത് വെറുതെ ഒരു പാലം പണിയേണ്ടതായിട്ട് വന്നതാണോ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇവിടെ വന്ന് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അവരുടെ ഒബ്ജക്ഷൻസ്, അവരുടെ ഹിയറിങ് എല്ലാം നടത്തി. അതിനുശേഷം ഇത് പബ്ലിക് ഇൻട്രസ്റ്റിന് ഉള്ളതാണെന്നും ഈ ഭാഗത്ത് വികസനത്തിന് ഇത് മാത്രമല്ല ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു പാലമാണിത്. അതുകൊണ്ട് ഈ പാലം വേണമെന്നുള്ള നിജസ്ഥിതിയിൽ എത്തുകയും പിന്നെ അതിനുവേണ്ടി സാധാരണ എടുക്കുന്ന വസ്തു ഏതാണ്ട് 66 പേരുടെ വസ്തു ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ 66 പേരിൽ ഇവർ 2 പേര് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും സമ്മതിപത്രം കൊടുത്തു. ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയാൽ മതി എന്നുള്ള നിഗമനത്തിലെത്തുകയും അങ്ങനെ ഈ പാലം പണിയാനുള്ള ഏർപ്പാട് തുടങ്ങുകയും ചെയ്തപ്പോൾ ഈ ജെയിംസ് എന്ന് പറഞ്ഞ ആളും പിന്നെ ഒരു അലക്സും ഇവർ 2 പേരും കൂടി നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അവർ പറയുന്നത് ഈ പാലത്തിൻ്റെ ആവശ്യമില്ല, ഇത് അനാവശ്യമായിട്ടുണ്ടായ ഒരു പാലമാണ്. അതിന് അവർ പറയുന്നത് 2 കാരണങ്ങൾ. ഒന്ന്, ഈ കുറുപ്പന്തറയിൽ നിന്ന് മുട്ടിയറയിൽ കിടക്കുന്ന ഒരു അപ്രോച്ച് റോഡുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഞ്ഞൂർ നിന്നിട്ട് മാഞ്ഞൂരിൽ നിന്ന് ഈ കുറുപ്പന്തറയിലേക്ക് വരുന്ന ഒരു റോഡിൻ്റെ ഇങ്ങനെ 2 പാലങ്ങളുണ്ട്. ഈ പാലത്തെ കണക്ട് ചെയ്താൽ മതി, ഈ റോഡിൻ്റെ ആവശ്യമില്ല, ഈ പാലത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ 66 കോടി രൂപ നഷ്ടമാണ്, ഇത് ജനങ്ങളുടെ യാതൊരു ആവശ്യങ്ങളും നടക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷനിൽ ആദ്യമായിട്ട് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി ഇതിലേക്ക് ഒരു ഓർഡർ പാസ് ചെയ്തു കോണമ്പൽ ഹൈക്കോടതി. അവസാനം ആ ഹൈക്കോടതി വളരെ വളരെ നന്നായ ഒരു ജഡ്ജ്മെൻറ്റ്, ഇത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഉള്ളതാണെന്നും ഈ 2 പേരുടെ ഒബ്ജക്ഷൻ ഉള്ളത് കൊണ്ട് ജനങ്ങൾ ഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വിരോധമാകാൻ പാടില്ല, അതുകൊണ്ട് അവരുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അതിനെതിരായിട്ട് അവർ റിട്ട് അപ്പീൽ ഫയൽ ചെയ്തു. അത് ഡി ബി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച്, 2 ജഡ്ജസ് അടങ്ങുന്ന ഒരു ബെഞ്ച്. ആ ബെഞ്ചിന് മുമ്പിൽ പല പ്രാവശ്യം ഹിയറിങ്ങിന് വന്നു.
ഒരു കാരണത്താലല്ല മറ്റൊരു കാരണത്താൽ, കാരണം ഇതിനകത്ത് 5 പേരുണ്ട്. ആ 5 കക്ഷികളുടെയും വക്കീലന്മാർ ഒന്നിച്ചു കൂടുകയോ അതല്ലെങ്കിൽ അവരുടെ വക്കീലിൻ്റെ ഒരു കാരണത്താലല്ലേ മറ്റൊരു കാരണത്താൽ അത് ഹിയറിംഗ് നടക്കാതെ പോവുകയും ഇനിയിപ്പോൾ അവസാനത്തെ ഹിയറിംഗ്, ഫൈനൽ ഹിയറിംഗ് എന്ന് പറയുന്നത് അത് 27-ാം തീയതിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ നിരീക്ഷണം ഈ പല ഭാഗങ്ങളിലും പാട്ടായി ആർഗ്യുമെന്റ് നടന്നപ്പോൾ ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഇന്നടിച്ച് നമുക്ക് ഹൈക്കോടതി എന്താ ഓർഡർ ചെയ്യണമെന്ന് പറയാൻ മേല. എങ്കിൽ തന്നെയും ഏതാണ്ട് 99.9% ഈ മേൽപ്പാലം പണിയുന്നൊക്കെ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 27-ാം തീയതിയിലത്തെ ഫൈനൽ ഹിയറിംഗ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവർ പറയുന്ന ഈ 2 പാലത്തിൻ്റെ കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത് ഈ 2 പാലവും ഇതൊരു പാലമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സിംഗിൾ ട്രാക്ക് ആയിരുന്നു ആദ്യം, അത് ഡബിൾ ട്രാക്ക് ആക്കിയപ്പോഴത്തേനും ഉണ്ടായിരുന്ന വിസ്താരം, താഴെ വിസ്താരമുള്ളപ്പോൾ മേലിക്കൂടെ വിസ്താരം, അത് ഓവർ ബ്രിഡ്ജ് അല്ല, അതൊരു മേൽപ്പാലമല്ല, അത് ഈ കീഴിൽ നടക്കുന്ന വിസ്താരം വന്നതുകൊണ്ട് ആ പാലം പണിതാണ്. ആ പാലത്തിൻ്റെ പുറത്ത് ഒരു ബസ് പോലും യാത്ര ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 2 സ്ഥലത്ത് ആ സ്ഥലത്തിലേക്ക് ആ റോഡിലേക്ക് ഈ റോഡ് കൂട്ടിമുട്ടിക്കണമെങ്കിൽ തന്നെയും ആ സമയത്തും ധാരാളം സ്ഥലം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലരുടെയും ബിൽഡിങ് ഇതിൽ കൂടുതൽ പണം അതിനുവേണ്ടി ചിലവാകും. അതുകൊണ്ടിട്ട് ഈ പാലം തന്നെയാണ് എല്ലാവർക്കും ഉചിതമായത് എന്നൊരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് ഓണറബിൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ഇനി അത് തന്നെ ഏതാണ്ട് അതിനെതിരായിട്ടുള്ള യാതൊരു കാരണങ്ങളും അവർക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഡിവിഷണൽ ബെഞ്ച് ഈ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ പാലം പണിയും. കുടുംബങ്ങളുടെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരുന്നു. ഇനിയിപ്പം ഉണ്ടാകാൻ പോകുന്നത് അത് ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണം അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം. ഒരു ജനഹിത ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു താല്പര്യവും വ്യക്തികളുടെ താല്പര്യവും തമ്മിലുള്ള ഒരു ക്ലാഷിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ഈ കൂട്ടത്തിൽ ഗവൺമെൻറ് ഫണ്ടിങ് എത്രമാത്രം താമസിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ സാമൂഹ്യ വികസനവും അതുപോലെ തന്നെ ആ പ്രോജക്റ്റിൻ്റെ എക്സ്പെൻസും വർദ്ധിക്കുമെന്നുള്ളതിൻ്റെ കൂടി മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇത്രയും ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് എസ്റ്റിമേറ്റ് വന്ന കാലത്താണ് ഈ ഫണ്ട് കൊണ്ട് ഈ ഒരു ഓവർ ബ്രിഡ്ജ് പൂർത്തീകരിക്കാൻ ഉണ്ടാകുന്ന സാധ്യത. പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ ഫണ്ട് എത്രമാത്രം മതിയാകും എന്നുള്ളതിനെക്കുറിച്ച് വളരെ സംശയമുണ്ട്. ഇതിപ്പോൾ ഇവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മളെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കണേ. ഇതിനെക്കുറിച്ച് എന്നാ പറയാം, വർഷങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോയാലും കിടക്കാൻ പറ്റില്ല. ഇവിടെ അടുത്തുള്ള ഒരാൾ അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ ഇതിലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗേറ്റ് അടച്ചു പോയി. രാത്രി ഒരു 8 മണിയായപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് നേരെ പോയി മാഞ്ഞൂര് വഴി കറങ്ങിയ 2 പ്രാവശ്യം അറ്റാക്ക് ഉണ്ട്, 2 പ്രാവശ്യം കൊണ്ട് രക്ഷപ്പെട്ട ആള്. ഈ പാലത്തിന്റെ ബുദ്ധിമുട്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അവിടെ ജനത്തിന് വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ. എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ മേൽപ്പാലം എന്ന് പറയുന്നത് കുറുപ്പന്തറ മാഞ്ഞൂരിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യമാണ്. അതിനകത്ത് മുൻ MP ശ്രീ തോമസ് ചാഴികാടനും അതോടൊപ്പം ശ്രീ ജോസ് കെ മാണി MP അവർക്കും കൂടി ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവരെ അക്ഷീണ പരിശ്രമം നടത്തുകയും അത് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ തോമസ് ചാഴികാടനെ ഇന്ത്യയിലെ വിവിധ സ്റ്റേഷനുകളുടെ പൂർത്തീകരണത്തോടനുബന്ധിച്ചും പാലത്തോടും അനുബന്ധിച്ചുമൊക്കെയുള്ള പരിപാടികൾ ഓൺലൈനിൽ നടത്തിയപ്പോൾ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഈ മേൽപ്പാലത്തിൻ്റെയും ഔദ്യോഗികമായ ഓൺലൈൻ ഉദ്ഘാടനമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർവഹിച്ചിട്ടുള്ളതാണ്. അതും വലിയൊരു ജനസമൂഹത്തിനെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ആ മേൽപ്പാലം എന്ന് പൂർത്തീകരിക്കും എന്ന് വ്യക്തമായ ഒരു വിവരം പൊതുസമൂഹത്തിന് ലഭ്യമല്ലാത്ത രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നീങ്ങുകയാണ്. അപ്പോൾ അതിന് എത്രയും വേഗം ശാശ്വത പരിഹാരം ഉണ്ടാകണം. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേയുടെയും അതോടൊപ്പം തന്നെ മറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട തടസ്സങ്ങളും എല്ലാം നീക്കി എത്രയും വേഗം പൂർണ്ണതയിലെത്തേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒരു വസ്തുതയാണ്. ജനങ്ങളെ അത് വളരെ ആകാംക്ഷയോടു കൂടി ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് നിന്ന് ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വലിയ പ്രതിഷേധങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഇത് പൂർത്തീകരിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ 53 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ മാഞ്ഞൂർ പഞ്ചായത്തിൽ
ഈ ഓവർ ബ്രിഡ്ജിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 5ാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ എന്നും ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലം മുതൽ ഇവിടെ ഇന്ന് ഏത് സമയത്ത് നമ്മൾ നോക്കിയാലും എപ്പോഴും ഗേറ്റ് അടച്ചിടുന്ന ഒരിതാണ്. അന്നന്ന് ഒത്തിരി ആൾ ഗേറ്റ് അടയ്ക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമായപ്പോൾ ഒത്തിരി വണ്ടികളും തീവണ്ടി ട്രെയിനെല്ലാം കൂടിയതിന് ശേഷം എന്നും എപ്പോഴും ഗേറ്റ് അടച്ചിടുന്നൊരു ഇതാണ്. നമ്മൾ ഏത് സമയത്ത് എന്തെങ്കിലും അത്യാവശ്യ ഒരു കാലഘട്ടങ്ങളിൽ ഇതിന് കുറുപ്പന്തറ കവലയ്ക്കൊന്ന് പോകണമെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറോളം റെയിൽവേയുടെ അവിടെ വന്ന് കിടന്നതിന് ശേഷമേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറുപ്പന്തറയിൽ ഒരു വ്യാപാരി കൂടിയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട്. പണ്ട് കാലത്ത് കുറുപ്പന്തറയിൽ മത്സ്യ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് ഞങ്ങളുടെ ഈ പ്രദേശമായിരുന്നു. അവിടുന്ന് കുറുപ്പന്തറ കവലയിൽ നിന്നാണ് ആൾക്കാർ നിലവിൽ ഇവിടെ സാധനം വാങ്ങിക്കാൻ വരികയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ ഇന്നിപ്പം കുറുപ്പന്തറയിലെ വ്യാപാരി വ്യവസായി ആണെങ്കിൽ പോലും കുറുപ്പന്തറയിൽ 2 ഘടകമായി തിരിഞ്ഞു പോയ ഒരു അവസ്ഥയായിപ്പോയി. അതായത് അവിടുന്ന് പണ്ടൊക്കെ ഞങ്ങളുടെ ബിസിനസ്സുകൾ കൂടുതൽ നടന്നുകൊണ്ടിരുന്നത് കുറുപ്പന്തറ ചന്ത ഭാഗത്തായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെ ചന്തയിൽ ആൾക്കാർ വരുന്നില്ല. കൂടുതലും അവിടെ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ ബിസിനസ്സുകൾക്ക് ഒത്തിരി കുറഞ്ഞു പോയി. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട്. അതിനാൽ ഞങ്ങൾ ഏതായാലും ഇവിടെ മാഞ്ഞൂർ വികസന സമിതിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി എല്ലാം കൂടിയാണ് ഇതിന് ഓർമ്മിച്ച് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് കോടതിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെങ്കിലും ഇത് ഒരു സ്പീഡപ്പായി കാര്യങ്ങൾ നടക്കുന്നില്ല. എത്രയും വേഗം സ്പീഡപ്പായി കാര്യങ്ങൾ നടക്കാനുള്ള എല്ലാ ഇതും ഉണ്ടാകണമെന്ന് ഈശ്വരൻ തമ്പുരാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം ഒത്തിരി കഷ്ടപ്പെടുകയും ഒത്തിരി ബുദ്ധിമുട്ടുകയും ഒത്തിരി കാര്യങ്ങളിൽ ഞങ്ങൾ ഇതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിനായിട്ട് ഒത്തിരി പ്രവർത്തിച്ച വികസന സമിതിയുടെ ചെയർമാന്മാരും അതുപോലെ തന്നെ അതിൻ്റെ മെമ്പർമാരും ഒക്കെയായ ജോമൻ കുരുപ്പത്തളവും ഞങ്ങളുടെ വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ജോൺ പോൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഓവർ ബ്രിഡ്ജ് വരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പ്രധാനമായിട്ടും 2-3 പേര് മുൻകൈ എടുത്ത് പ്രിയപ്പെട്ട ശ്രീ ജോമൻ കുരുപ്പത്തളം, അതുപോലെ വിൻസെൻ്റ് ചിറയിൽ, പിന്നെ ഇവിടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് ജോൺ നെയ്യമ്പള്ളി, അങ്ങനെ 2-3 പേര് പ്രധാനമായിട്ടും മുൻകൈ എടുത്ത് നടത്തിയൊരു സംഭവമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ റെയിൽവേ ഗേറ്റ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനം തന്നെയുള്ള ഈ മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പം അത് തരണം ചെയ്തെടുക്കാൻ ഒട്ടേറെ കോടതി വിധിയുടെ ഒക്കെ പുറകെ പോകേണ്ട വന്നു. 1-2 കക്ഷികൾ ഇതിനെതിരായിരുന്നു. അത് നിഷ്പക്ഷമായ നീതിയുക്തമായിട്ട് ഇതിപ്പോൾ നടപ്പാക്കിയെടുക്കുന്നതിൽ ഞങ്ങളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ മണ്ണാർക്കാട് പള്ളി ഒട്ടേറെ ഈ തീർത്ഥാടകരെ എത്തിച്ചേരുന്ന പള്ളി, അതായത് ഏറ്റവും പ്രധാനമായിട്ട് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് നിത്യേന എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമാക്കാനുള്ള സംവിധാനം ഈ മേൽപ്പാലം വഴി നമുക്ക് കഴിയും. അതിനിപ്പോൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് പുറകെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇതിലെല്ലാം പുറകിൽ നിന്ന് നമ്മൾ മുൻകൈ എടുത്ത് ഇതിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മള്ളിയൂർ ക്ഷേത്രമാണെങ്കിൽ തന്നെ അധികാരികളെല്ലാം ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരെല്ലാം ബന്ധപ്പെട്ട് അവർ മിക്കവാറും ഈ ക്ഷേത്രത്തിൽ സിനിമാ നടന്മാർ, കേന്ദ്രമന്ത്രിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, അങ്ങനെയുള്ള VIPs ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും അവർക്ക് കൂടി ഇത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു പാലം ഇവിടെ അടിയന്തര സാഹചര്യം ഉണ്ടാക്കണം എന്ന് ഇതെടുത്തതിൻ്റെ സാഹചര്യത്തിൽ ആദ്യം ഞാൻ സൂചിപ്പിച്ച 3 പേരുടെ മുൻകൈ എടുത്തിട്ടാണ് ഇത്ര ഒരു സംഭവം നടന്നത്. അത് ഇവിടുത്തെ വ്യാപാര മേഖലയും ഈ കുറുപ്പന്തറ ഈ മാഞ്ഞൂർ പഞ്ചായത്തിനെ തന്നെ ആകെ ഒരു നല്ല രീതിയിലേക്ക് നയിക്കുന്ന സംവിധാനമായിരിക്കുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു 50 വർഷക്കാലമായിട്ട് ഈ കുറുപ്പന്തറയായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കണ്ടമാനം പെരുകിയിട്ടും ഇവിടെ യാതൊരു ഡെവലപ്പും ആകുന്നില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ട്രെയിനിന് വേണ്ടി നമ്മൾ ഗേറ്റ് അടച്ചാൽ 3 ട്രെയിൻ കടക്കുമ്പോളം ഗേറ്റ് പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം മള്ളിയൂർ ജംഗ്ഷൻ, അതായത് 1 കിലോമീറ്റർ വരേക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് എന്ത് വില കൊടുത്താലും ഈ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് എത്ര നാളെ ഇപ്പോൾ തുടരുന്നു? ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 വർഷമായിട്ട്. അതിനു മുമ്പ് വാഹനങ്ങളുടെ എണ്ണം ഇത്ര ഇല്ലായിരുന്നു. ഒരു 15 വർഷമായിട്ട് ഇത് ആലപ്പുഴ ഹൈവേയിലേക്ക് ചേർത്ത് ഹൈവേയിലേക്കുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ടമാനം വാഹനങ്ങളാണ്. പാലായിൽ നിന്നും മറ്റൊക്കെ ധാരാളം വാഹനങ്ങൾ, അതായത് ഹൈവേജ് കിഴക്കൻ മേഖലകളിൽ ധാരാളം വാഹനങ്ങൾ സ്ഥിരമായിട്ട് ഇതിനെ കണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടികളുടെ വാഹനങ്ങളുടെ എണ്ണം, അതുപോലെ ടിപ്പർ ലോറികൾ, ഈ മണ്ണുമൊക്കെ പൂജയൊക്കെ ആയിട്ട് പോകുന്ന വണ്ടികൾ, ഇതൊക്കെ കണ്ടമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു തിരക്കാണ് ഇന്നുണ്ടാകുന്നത്. അപകടങ്ങളും ഉണ്ടാകുന്നു. ഇപ്പൊ ഈ നേരത്തെ സിംഗിൾ ലൈൻ ആയിരുന്നല്ലോ റെയിൽവേ, ഇപ്പൊ ഡബിൾ ലൈൻ ആയപ്പോൾ ഇച്ചിരി കൂടെ പ്രശ്നം. അതെ, നമ്മൾ സിംഗിൾ ലൈൻ ട്രെയിൻ ആയിരുന്നപ്പോൾ നമുക്ക് സിംഗിൾ ലൈൻ ആയിരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ട്രെയിൻ കടന്ന് പോകുമ്പോൾ നമുക്ക് തുറന്നു വിടുമായിരുന്നു.
പക്ഷേ ഇപ്പോൾ ഈ ഡബിൾ ട്രാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തുടർച്ചയായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുമോ. അപ്പോഴത്തേക്കും വാഹനം ഏതാണ്ട് കുറുപ്പന്തറ ജംഗ്ഷനും വിട്ട് കടവ് വരേക്ക് എത്തി. 1 കിലോമീറ്റർ അകലത്തിലേക്ക് വരെ വാഹനങ്ങൾ ഇതായി സ്റ്റോപ്പായി. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അത്യാവശ്യത്തിനൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാലോ ഏതെങ്കിലും ഒരു അത്യാവശ്യ അതെ ഘട്ടത്തിൽ അതെ തീർച്ചയായിട്ടും അതായത് ഈ ഭാഗത്ത് നിന്ന് അതായത് റെയിൽവേ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗം അതായത് കളർ ഭാഗത്ത് ഞങ്ങൾ മാൻമട്ടം മയൻമുറി കുറുപ്പന്തറ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് എമർജൻസി ആയിട്ട് രോഗിയെ കൊണ്ട് ആശുപത്രി പോകാൻ വേറെ വഴികളില്ല. ഇപ്പം ഇവിടെ നിന്ന് ട്രാക്ക് അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അടുത്തൊരു ദിവസം അങ്ങനെ ഉണ്ടായി. ഇവിടെ അപകടം ഉണ്ടായി, ആ ആളിനെയും കൊണ്ട് പോയി അവിടെ ഇതായി പോയി, വണ്ടി പുറകോട്ട് എടുക്കാൻ പോയി മുന്നോട്ട് എടുക്കാൻ പോയി. അവസാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ അവിടെ കാരദാസിൽ ആൾ മരിച്ചു. അങ്ങനെ അവസ്ഥകളൊക്കെ ഇവിടെ സംജാതം ഉണ്ടായിട്ടുണ്ട്. അതാണ് അവസ്ഥ. തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും വലിയ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മൊത്തം അത് രാഷ്ട്രീയമെന്നോ ജാതിഭേദമന്യോ ആണെന്നുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രം, ഇത് സഫലമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എത്രയും ഈ പ്രദേശങ്ങൾക്കൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും, വികസനവും ഉണ്ടാവും ഈ പ്രദേശത്തിനാകുവാൻ. മേൽപ്പാലം വളരെ അത്യാവശ്യമാണ്. അവിടെ ജനങ്ങൾക്ക് പോയി വരാൻ വളരെ പാടാണ്. മേൽപ്പാലം ഉണ്ടെങ്കിൽ ഒത്തിരി യാത്രാ സൗകര്യമുണ്ട്. അവിടെ ഇപ്പോൾ മണിക്കൂറുകളോളം നിന്നാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പിടിയുന്ന മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എന്നെപ്പോലെ വയ്യാത്തവർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാലം പോലും ശരിയല്ല. അതുകൊണ്ട് എനിക്ക് പോലും അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല. കഴിവും നേരത്തെ മേൽപ്പാലം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ്. ഈ പാലം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ ചേട്ടൻ എത്ര വർഷമായി നേരിടുന്നത്? അതായത് ഇപ്പൊ ഈ പാലമല്ല, ആ വഴി അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ ഇപ്പൊ പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഗേറ്റ് അടച്ചാൽ തന്നെ മണിക്കൂറുകളോളം തന്നെ നിൽക്കേണ്ട. അതിനിപ്പോ 8 വർഷത്തോളമായി. 8 വർഷത്തോളമായി ഒരു ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഓർക്കപ്പുറത്ത് ആ ഗേറ്റ് തല വീഴുന്നു, മേത്ത് വീഴുന്നു, വണ്ടിയുടെ കുന്നൂത്ത് വീഴുന്നു, അത് സ്റ്റക്കായി പോകുന്നു. അങ്ങനെയൊക്കെ അവിടെയുണ്ട്. അവിടെ ആ പാലം ഇപ്പോഴത്തെ ഒരു പാലം മാത്രം പൊങ്ങിയിരിക്കും. എൻ്റെ ഈ വണ്ടി ഒന്നും അവിടെ കയറത്തില്ല. നമ്മൾ അവിടെ സ്റ്റക്കായി പോയി നിന്ന് പോയി. വേറെ 2 പിള്ളേർ വന്ന് എന്നെ രക്ഷിച്ച് വണ്ടി ഉൾപ്പെടെ പൊക്കി അപ്പുറത്ത് കടത്തിയത്. അങ്ങനെ കടന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയ ആയിട്ടാ. വഴി വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ പരിസരങ്ങളിലൊന്നും അതുപോലെ മെനകേടായിട്ട് ആ ഒരു വഴിയും കിടപ്പില്ല. ഒരുപാട് ജനങ്ങൾ പോകുന്ന റൂട്ടാണത്. അതുകൊണ്ട് അവിടെ എത്രയും വീടുന്ന മേൽപ്പാലം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലം ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെ ജനങ്ങളുടെയും ഒരു ചിരകാല അഭിലാഷമാണ്. വളരെ പ്രാധാന്യമുള്ള ഈ ഹൈവേ കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയപാതയാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2012-13 റെയിൽവേ സാങ്ഷൻ ചെയ്ത ഈ മേൽപ്പാലം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാത്തത് കൊണ്ടോ എന്തോ നിശ്ചലമായി കിടന്ന ഈ പദ്ധതിയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറുപ്പന്തറ യൂണിറ്റും ഇവിടുത്തെ പൊതുപ്രവർത്തകരായ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന കുറെ പേരും കൂടെ രൂപം കൊടുത്ത് മാനൂർ വികസന സമിതി എന്ന ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അതുപോലെ MLA മുതലായ രാഷ്ട്രീയക്കാരെ നിരന്തരമായി പുറകെ നടന്ന് ഇതിന് ആവശ്യമായ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കുകയും ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ആ ഫണ്ട് ബഡ്ജറ്റിലൂടെ അനുവദിച്ചു നൽകുകയും ചെയ്തു. എന്നിട്ട് പോലും ഈ പണികൾ മുന്നോട്ട് കൃത്യസമയത്ത് പോകാതെ വന്നപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം കളക്ടറെയും അതുപോലെ തന്നെ PWD ഡിപ്പാർട്ട്മെന്റിനെയും എല്ലാം കണ്ട് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പണികൾ മുന്നോട്ട് വന്നത്. അതിൻ്റെ ഇടയിൽ 66 പേരുടെ വസ്തുവകകൾ എടുക്കേണ്ടി വരുന്നതിൽ 2 പേർ മാത്രം കോടതിയെ സമീപിച്ച് ഇതിന്റെ പണികൾ പെൻഡിങ് നിർത്തുകയാണ് ഉണ്ടായത്. ആ കോടതി വിധി ഇപ്പോൾ പൊതുജനത്തിന് അനുകൂലമായും തീർന്നിരിക്കുകയാണ്. വീണ്ടും അവർ അപ്പീലിന് പോയിട്ടുണ്ടായെങ്കിൽ പോലും വസ്തുവിന്റെ വില അതിന്റെ ഉടമസ്ഥർക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങളിൽ വളർത്തുകയും തീർച്ചയായിട്ടും ഇനി ഒരു ശക്തിക്കും ഈ മേൽപ്പാലത്തിൻ്റെ പണി തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായി ഈ പദ്ധതി ഉടനെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. കേരള ഹൈക്കോടതിയിൽ 2 പേര്, KJ ജെയിംസ് കണ്ടാരപ്പള്ളി, അലക്സ് തയ്യിൽ ഹൗസ്, ഈ 2 പേര് ഈ മേൽപ്പാലം പണിയുന്നതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ നമ്പറാണ് 227/2025. ഇവർ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ത്രൂ കളക്ടർ, DRM സതേൺ റെയിൽവേ, മാഞ്ഞൂർ വികസന സമിതി, റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ കേരള ആൻഡ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെ 6 കക്ഷികൾക്കെതിരായിട്ടാണ് ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിൽക്കുക. ആ സ്റ്റാറ്റസ് കോയുടെ പുറത്ത് വർഷങ്ങളോളം ഈ കേസ് കടന്നു. അവസാനം 2023 ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ഒരു ജഡ്ജി ഇരിക്കുന്നതിനാണ് സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത്. ആ സിംഗിൾ ബെഞ്ച് ഒരു അതിപ്രധാനമായ ഒരു വിധി ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ പാലം അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണങ്ങളും ഈ പാലത്ത് പണിയെടുക്കാതിരിക്കത്തക്ക രീതിയിലാക്കുന്നില്ലെന്നും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന 1-2 പേർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെ പബ്ലിക് ആൻഡ് ലാർജ് ഇൻട്രസ്റ്റിൽ പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പാലം പണിയാനുള്ള അനുവാദം തരികയും ചെയ്യും. അവരുടെ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത ഉടൻ തന്നെ അവർ ഇതിന് അപ്പീൽ പ്രൊവിഷനുണ്ട്. 2 ജഡ്ജിമാരുടെ മുമ്പിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഇവർ റിട്ട് അപ്പീൽ ഫയൽ ചെയ്തു. അതിന്റെ നമ്പറാണ് 227/25. ഈ പെറ്റീഷൻ ഏതാണ്ട് 5-6 പ്രാവശ്യമെങ്കിലും ഈ ഡബിൾ ബെഞ്ചിന്റെ അടുത്ത് വരികയും ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ആ പെറ്റീഷൻ ഫൈനൽ ഹിയറിംഗിന്റെ സ്ഥിതിയിലേക്ക് എത്താതെ പോയി. അങ്ങനെ 3-4-5 ഹിയറിംഗിന് ഇവിടെ ഗ്രാമവികസന സമിതിയുടെ റെപ്രസെന്റേറ്റീവ് ഞാൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പിയർ ആകുകയും ഞങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ 27-ാം തീയതി ഫൈനൽ ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ്. ഒട്ടുമുക്കാലും ഫൈനൽ ഹിയറിംഗ് അടക്കുകയും നമുക്ക് അനുകൂലമായിട്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധി അത് ശരിയാണെന്ന് വിധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ പ്രധാനമായും കാരണങ്ങൾ പറഞ്ഞത് ഈ ലാൻഡ് അക്വിസിഷൻ ആക്ടും പ്രകാരം അതിൽ നടത്തേണ്ടിയിരുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ടല്ല കളക്ടർ ഈ ലാൻഡ് അക്വിസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ തെറ്റാണ്. അതിന് സിംഗിൾ ബെഞ്ചിന്റെ വിധി നന്നായി എഴുതിയിട്ടുണ്ട്. ഒരാളുടെ ബുദ്ധിമുട്ടോ 2 ആളുടെ ബുദ്ധിമുട്ടോ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് പൊതു നന്മയ്ക്കായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു ഇത് നിർത്താൻ പാടില്ല. തന്നെയല്ല ഇവർ പറയുന്ന കാരണങ്ങൾ, ഇവർ പറയുന്നത് കുറുപ്പന്തറയിൽ നിന്ന് മുട്ടിയറയ്ക്ക് കിടക്കുന്ന ഒരു റോഡിന്റെ ഒരു മേൽപ്പാലം പണിതിട്ടുണ്ട്. പിന്നെ മാഞ്ഞൂരിൽ നിന്ന് കുറുപ്പന്തറയ്ക്ക് കിടക്കുന്ന മറ്റൊരു മേൽപ്പാലമുണ്ട്. അതുകൊണ്ട് ഈ 66 കോടി രൂപ മുടക്കിയിട്ട് 3ാമതൊരു മേൽപ്പാലം പണിയേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒന്നാന്തരം മറുപടി കൊടുത്തു. ഈ 2 പാലങ്ങൾ പറയുന്നത് മേൽപ്പാലം അല്ല. ഇത് സത്യത്തിൽ നേരത്തെ ഈ കുറിപ്പ് എറണാകുളം കോട്ടയം ഇത് സിംഗിൾ ട്രാക്ക് ആയിരുന്നു. അത് ഡബിൾ ട്രാക്ക് ആക്കിയപ്പോഴത്തേനും മേളിൽ വിസ്താരം വേണ്ടി വന്നു. അതുകൊണ്ട് അത് ഓവർ ബ്രിഡ്ജ് അല്ല, അങ്ങനെ ഒരു പാലത്തെ പുതുക്കി പണിയുകയും ആ പണിതിരിക്കുന്ന ഈ 2 പാലങ്ങളിലൂടെ ഒരു ബസ് പോലും ഓടുന്നില്ല. ബസ് റൂട്ട് അല്ല. അതേസമയം ഇത് പല പഞ്ചായത്തുകളെ യോജിപ്പിക്കുന്നതും പല സ്ഥലങ്ങളെ യോജിപ്പിക്കുന്നതായിട്ടുള്ള ഓവർ ബ്രിഡ്ജാണ്. തന്നെയുള്ള റെയിൽവേയുടെ നിയമമുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിന് അതിൽ ക്രോസിംഗ് വന്നിട്ടുണ്ടെങ്കിൽ തിരക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മേൽപ്പാലം ആവശ്യമാണെന്നും അതിനുള്ള ഫണ്ട് അനുവദിക്കുമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ഫണ്ട് പകുതി ആ സ്റ്റേറ്റ് ഗവൺമെന്റും പകുതി സെൻട്രൽ ഗവൺമെന്റും കൂടി ബിയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ആ നിയമം വന്നിരിക്കുന്നത്. ആ നിയമപ്രകാരം ഇത് നടത്തിയിരിക്കുന്നതും ഈ തീരുമാനം എടുത്തിരിക്കുന്നതും പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ പാലം. അതുകൊണ്ട് മേൽപ്പാലം പണിയാനായിട്ട് ഇവർക്ക് പെർമിഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പർ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമായിരുന്നു. ഇതിൽ 7 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയാണ് ഇതിന്റെ സ്റ്റഡി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിന്റെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് ഇവർ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതേസമയം ആ പ്രൊസീഡിങ്സിൽ പ്രകാരം ഹൈക്കോടതി കണ്ടിരിക്കുന്നത് ഇവർക്ക് മാന്യമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ വീഴ്ചയും ഇവർ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ഷനും ഒക്കെ കളക്ടർ കണക്കിലെടുത്തുകൊണ്ടാണ് കളക്ടറുടെ വിധി വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന 49 പേരുടെ സ്ഥലമാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിൽ 2 പേർക്ക് മാത്രമേ ഒബ്ജക്ഷൻ ഉള്ളൂ. ബാക്കിയുള്ളവർ പണം മേടിക്കാനും സ്ഥലം കൊടുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് 2 പേരുടെ മാത്രം ഒബ്ജക്ഷനെ കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്കായി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അത് പറ്റില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇതാണ് നമ്മൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി. എൻ്റെ വിശ്വാസം നിയമം അനുസരിച്ചിട്ടും ഈ വിധി അപ്പോൾ ഈ DB അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗവൺമെന്റിന് ഈ പാലം പണിയാനുള്ള അനുവാദം കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 27-ാം തീയതിയാണ് ഇതിന്റെ ഫൈനൽ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും കോടതിയിൽ അപ്പീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ കോടതി വിധിയെ കുറിച്ച് ആർക്കും അനുമാനിക്കാൻ പറ്റിയില്ല. എങ്കിലും സാഹചര്യങ്ങൾ മേൽപ്പാലം പണിയുന്നതിന് അനുകൂലമാണ്. അതുകൊണ്ട് മേൽപ്പാലം പണിയുക തന്നെ ചെയ്യും. നമ്മുടെ കുറുപ്പന്തറയിലെ മേൽപ്പാലം എല്ലാവരുടെയും നല്ലവരായ നാട്ടുകാരുടെയും
വ്യാപാരികളുടെയും അതുപോലെ മാഞ്ഞൽ വികസന സമിതിയുടെയും ഉത്തമമായ ഒരു സപ്പോർട്ടോടു കൂടി ഈ കുറുപ്പന്തറ മേൽപ്പാലം സാഫല്യമാവുകയാണ്. അതായത് ഇവിടെ പലതവണയും എല്ലാവർക്കും ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം കുറുപ്പന്തറ വികസനം എന്ന് പറയുന്നത് മുരടിച്ചിരിക്കുകയായിരുന്നു. അതായത് ചന്തയും കവലയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഇല്ലാതെ കൊണ്ട് അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിരുന്നു മേൽപ്പാലം. അപ്പം മേൽപ്പാലം എത്രയും പെട്ടെന്ന് വളരുക വരുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ ബുദ്ധിമുട്ട്, ടാക്സിക്കാരുടെ ബുദ്ധിമുട്ട്, ബസ്സുകാരുടെ ബുദ്ധിമുട്ട്, അതുപോലെ മറ്റേ പല ആംബുലൻസ് കൊണ്ട് രോഗികൾക്ക് ബുദ്ധിമുട്ട്, പള്ളിയിൽ പോകുന്നവർക്ക് ബുദ്ധിമുട്ട്, അമ്പലത്തിൽ പോകുന്നവർക്ക് ബുദ്ധിമുട്ട്. ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ മള്ളിയൂർ ക്ഷേത്രം. ഈ മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ശബരിമല സീസണിലും ഇവിടുത്തെ പൂജാ സമയത്തൊക്കെ ഇഷ്ടം ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഈ മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് ഈ ക്രോസിംഗ് വരുമ്പോൾ കണ്ടമാനം ബ്ലോക്കാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ സിംഗിൾ ലൈൻ ആയിരുന്നു, പിന്നെ അത് ഡബിൾ ലൈൻ ആയി. അപ്പം കൂടുതൽ ട്രാഫിക് ആയി. അങ്ങനെ ട്രാഫിക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ നാടിന്റെ വികസനത്തിനായിട്ട് ഈ മേൽപ്പാലം അത്യാവശ്യമാണ്. അപ്പൊ അതിന് ഞങ്ങൾ കുറച്ച് വിഭജനങ്ങളല്ലാതെ മുൻകൈയിട്ട് ഇറങ്ങി. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വ്യാപാരി വ്യവസായം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വ്യാപാരി വ്യവസായം ഞങ്ങൾ യുവജനങ്ങളും ഞങ്ങളുടെ കൂടി ഒരു മാഞ്ഞ വികസന സമിതി രൂപീകരിച്ചു. അതിന് ചെയർമാനാണ് ഇത്ര സംസാരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ല സപ്പോർട്ടോടുകൂടി ഇത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതായത് നമ്മുടെ മൂന്നാർ, ആലപ്പുഴ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ആ ടൂറിസത്തിലേക്ക് പോകാൻ ഏറ്റവും നല്ല ഷോർട്ട് വേ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഈസി ആയിട്ട് മൂവാറ്റുപുഴ, കുറവലങ്ങാട് നേരെ കുറുപ്പന്തറ വഴി നേരെ കല്ലറ വഴി നേരെ കുമരത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ആ ഷോർട്ട് വേ ആണിത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങൾ ഒത്തുപേര് വരുന്ന ഇവിടെ എല്ലാം ബ്ലോക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിനൊക്കെ ഒരു വലിയൊരു തടസ്സം മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോകാൻ ഇവിടെ അവിടെ വരുമ്പോൾ ട്രെയിൻ ഇവിടെ ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതെല്ലാം തരണം ചെയ്ത് ഇന്നിപ്പോൾ എല്ലാവർക്കും പൈസ കൊടുത്തു തുടങ്ങി. എല്ലാം ഒരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു സന്തോഷം അറിയിക്കുകയാണ്. കുറുപ്പന്തറ നിവാസികളുടെ ചിരകാല അഭിലാഷമായ മേൽപ്പാലത്തിന് വേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ്. അത് വിജയിക്കുന്നിടം വരെ പണിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് നടക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഗ്രാമവികസന സമിതിയും നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടി